പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു ആയുസ്സിൽ കാണാത്ത ഒരു പുത്തൻ പ്രഭാതം കൂടി, പുത്തൻ പുലരി കൂടി കർത്താവ് നമുക്ക് നൽകി തന്നതോർത്ത് ഉദയസൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് ദൈവസന്നിധിയിലേക്ക് നീതിസൂര്യൻ്റെ മുഖത്തേക്ക് നോക്കി എഴുന്നേറ്റ് വരുന്ന സാഹചര്യത്തിനനുസരിച്ച് കർത്താവിനോട് നന്ദി പറഞ്ഞ് ആയുസ്സും ആരോഗ്യവും ബലവും നൽകി തന്ന കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 12. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപെടുത്തും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ഈ വചനം വായിക്കുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൽ ഒരു സ്വസ്ഥതയെക്കുറിച്ച് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു വാക്യശകലമാണ് നമ്മൾ വായിച്ചു കേട്ടത്. എബ്രായ ലേഖനം തുടങ്ങുമ്പോൾ തുടങ്ങുന്ന വാചകം ഇങ്ങനെയാണ്. പൗലോസിന് എഴുതപ്പെട്ടതെന്ന് ഏറെ പണ്ഡിതന്മാരും പറയുന്നത് കൊണ്ട് അങ്ങനെ തന്നെ വിചാരിക്കാം. തുടങ്ങുമ്പോൾ ഇങ്ങനെ എഴുതുന്നത് ഇങ്ങനെയാണ്: ദൈവം പണ്ട് ഭാഗമായും വിവിധമായും അതേ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 1-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവിന്റെ ശ്രേഷ്ഠത ദൂതന്മാരെക്കാൾ വലിയവനാണെന്നും 2-ാമത്തെ അധ്യായത്തിൽ ദൂതന്മാരെക്കാൾ വലിയവനായ കർത്താവ് അതേ ദൂതന്മാർ സേവകാത്മാക്കളാണെന്നും 3-ാമത്തെ അധ്യായത്തിൽ മോശ യേക്കാൾ 4 അധ്യായങ്ങളിൽ യോശുവയേക്കാൾ വലിയവനാണെന്നും യോശുവ കൽപ്പിച്ച ഒരു സ്വസ്ഥത, ആ സ്വസ്ഥത ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് വാഗ്ദത്തത്തിന് മാറ്റമില്ലെന്നും ഒരു കർത്താവിന്റെ സ്വസ്ഥതയെക്കുറിച്ചും പറയുന്ന അത് കഴിഞ്ഞിട്ട് ആ ഭാഗം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് പറയുന്ന ഒരു കാര്യമാണ് ദൈവവചനത്തിന്റെ പ്രാധാന്യം. അനുസരണക്കേണ്ട ദൃഷ്ടാന്തവും ദൈവവചനത്തിന്റെ പ്രാധാന്യവും പറഞ്ഞിട്ട് ദൈവത്തെയും ദൈവവചനത്തെയും യേശു കർത്താവിന്റെ പ്രാധാന്യതയും ആരാണ് ജീസസ് ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജീസസ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് അതുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞിട്ട് ഈ 12-ാമത്തെ വാക്യമാകുമ്പോൾ അതൊരു ടേണിംഗ് പോയിന്റ് പോലെ ദൈവവചനത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവവചനം ജീവനും ചൈതന്യവുമുള്ളതായി. ആ വാക്ക് ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ വചനം അത് ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപെടുത്തും വരെ തുളച്ചു ചെല്ലുന്നതും മാത്രമല്ല ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്നതുമാകുന്നു. അവന്റെ മുമ്പിൽ, അത് ദൈവത്തിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല. അടുത്തൊരു വാക്യമാണ് കൺക്ലൂഡ് ചെയ്ത പാരഗ്രാഫ് കൺക്ലൂഡ് ചെയ്യുന്നൊരു വാക്യമുണ്ട്. അത് പറയുന്നത് അവനുമായിട്ടത്രേ നമുക്ക് കാര്യമുള്ളത്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്ന് റിവേഴ്സ് എടുത്താൽ അവനുമായിട്ടത്രേ നമുക്ക് കാര്യമുള്ളത്. ഈ ദൈവമായിട്ടത്രേ കാര്യമുള്ളത്. ഉലകത്തിൽ എല്ലാവരും മാറ്റി നിർത്തി എല്ലാവരുടെ കണ്ണിന് മറഞ്ഞിരിക്കുമ്പോൾ ഉലകത്തിലെ കണ്ണുകളെ മറച്ചാലും നിനക്കുമായിട്ട് നീയുമായിട്ട് കാര്യമുള്ള ഒരുവനുണ്ട്. അവനുമായിട്ട് അത്രേ നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. ആ കാര്യമുള്ള അവൻ പറയുക അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവൻ. കുഞ്ഞേ, ഇനി സന്ദേശം കേൾക്കുമ്പോൾ നിന്നെ നന്നായി അറിയുന്ന ദൈവം, നിന്റെ കണ്ണുകൾ നിന്റെ അകത്തെ ചിന്തകൾ ഭാവങ്ങൾ അറിയുന്ന ദൈവം, നിന്നെ നന്നായി നിന്റെ പാസ്റ്റ് അറിയാം, നിന്റെ പ്രസന്റ് അറിയാം, നിന്റെ ഫ്യൂച്ചർ, നിന്റെ ഭാവി തീരുമാനിക്കുന്ന ദൈവം, നിന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന ദൈവം, നിന്റെ തലമുറയുടെ ഭാവി തീരുമാനിക്കുന്ന ദൈവം, നിന്റെ കുടുംബത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന ദൈവം, ഇന്നായിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ഇടത്തോട്ടോ വലത്തോട്ടോ അല്ല ഇത് സക്സസ് ആകുമോ, ഇത് പ്രയോജനം വരുമോ എന്ന് ചോദിക്കുന്ന ഇടത്ത് നിന്റെ ഭാവിയെ, ഇതിന്റെ നാളത്തെ സ്ഥിതി അറിയാവുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കുഞ്ഞെ,
ഒന്ന് ചിന്തിച്ചേ, ആ മേലത്തെ ഭാഗം പറയുക, അതേ ദൈവത്തിന്റെ വചനം ഇരുവായി തലയുള്ള വാളായിട്ട്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് മറ്റുള്ളവരെ മുറിക്കും. കുത്തുകൊണ്ട് പത്രോസ് പ്രസംഗിച്ചപ്പം ഇതിന് ഇരുവായി തലയുണ്ട്. കൊള്ളുന്ന രണ്ട് ഭാഗവും ഇത് മുറിക്കും. ഇത് കൊത്തുകൊള്ളും. ദൈവവചനം ഇരുവായി തലയുള്ള വാളായിട്ട്. ഈ വചനമൊന്ന് അകത്തോട്ട് കയറി ചെല്ലട്ടെ. നിന്നെ അറിയാവുന്ന ദൈവം ഇത് രണ്ട് തരത്തിലുള്ള ഇതിന്റെ പ്രോമിസുകൾ അറിയാം. നിനക്ക് ദൈവം തന്നിരിക്കുന്ന വചനത്തിന്റെ വാഗ്ദത്തങ്ങൾ അറിയാം. മാത്രമല്ല ഈ വചനം നിന്നെ കറക്റ്റ് ചെയ്യും. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? വചനപ്രകാരം സൂക്ഷിക്കുന്നതിനാൽ ഈ വചനം നിന്നെ കറക്റ്റ് ചെയ്യും. നീ നടക്കേണ്ടുന്ന വഴി ഈ വചനം കാണിച്ചു തരും. നീ തെറ്റി പോകുന്ന ഇടത്താണെങ്കിൽ പ്രകാശമായി അന്ധകാരത്തിനകത്ത് ഒരു വെളിച്ചമായി ഈ വചനം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. ഈ വചനം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതായി. ഈ ചൈതന്യമുള്ള ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും, ശ്രദ്ധിച്ചേ, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും. അടുത്ത വാക്ക് കേൾക്കണേ. അത് തുളച്ചു ചെല്ലും. എവിടെയാണെന്നറിയാമോ? സന്ധികളെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപെടുത്തും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധന്റെ കണ്ണ്, അഗ്നിജ്വാലയ്ക്കൊത്തുള്ളവന്റെ കണ്ണ് നിന്റെ ഹൃദയത്തിനകത്തേക്ക് ഇറങ്ങി നിന്നെ ഉള്ളത് പോലെ അറിയാവുന്ന ഒരു ദൈവം. ലോകത്തിൽ ആരുടെയൊക്കെ കണ്ണിനെ നീ മറച്ചാലും, ലോകത്തിൽ എവിടെയൊക്കെ നീ മൂടുപടം ഇട്ടാലും നിന്നെ അറിയുന്ന ദൈവം, നിന്റെ അന്തരംഗത്തെ അറിയുന്ന ദൈവം, നിന്നെ ഉള്ളത് പോലെ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. സന്ധികളെയും അതേ സന്ധി ബച്ചകളെ, പ്രാണനെ, സന്ധി ബച്ചകളെ, ആത്മാവിനെ തുളച്ചു ചെല്ലുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആത്മാവിനെ വരെ തുളച്ചു ചെല്ലുന്ന ഒരു ദൈവം. തുളച്ചു ചെല്ലുന്ന കണ്ണുകൾ, ആ ദൈവവചനം അത് നിന്റെ ചിന്തകളെ, ഹൃദയത്തിന്റെ ചിന്തകളെയും ഭാവങ്ങളെയും നിരൂപണങ്ങളെയും അറിയുന്നു. ഹല്ലേലൂയ. ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും നിരൂപണങ്ങളെയും അറിയുകയാ. ഇതറിയുമ്പോ തന്നെ മനസ്സിലാക്കിക്കോ, ഒന്നും മടങ്ങി വന്നോ. എവിടെയെങ്കിലും നിനക്ക് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ മടങ്ങി വന്നോ. അവന്റെ കണ്ണിൽ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല, ദക്തവും മലർന്നതുമായി കിടക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവത്തോടെ നടത്തേ, ആ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചേ, ഹൃദയങ്ങളെ സമർപ്പിക്കുമ്പോ അതിനകത്തെ മുഴുവൻ ചിന്തകളെയും ഭാവങ്ങളെയും സമർപ്പിച്ചേ. എന്നിട്ടൊന്ന് കറക്റ്റ് ചെയ്യാനുള്ള മേഖല കറക്റ്റ് ചെയ്തേ. നിന്റെ വാഗ്ദത്തത്തിന്റെ ശബ്ദങ്ങളുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തേ. ആ സ്വസ്ഥത ശേഷിക്കുന്ന വാഗ്ദത്തം അത് പ്രാപിക്കാൻ തക്കവണ്ണം മത്സര ജനത്തോട് കൂടെയല്ല, മറിച്ച് അത് സമർപ്പിക്കുന്ന ഒന്ന് സമർപ്പണത്തോടെ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുന്ന ഒരു ദൈവം ഇതിലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. കർത്താവിന്റെ വഴി മറഞ്ഞിരിക്കുന്നതല്ല, കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ വചനം നിന്നെ ശുദ്ധീകരിക്കും. ഈ പൊന്നു ശോധന ചെയ്ത് പുറത്തു വന്നാൽ അതിനെ കീടം മാറി വരുന്നത് പോലെ ഈ വചനം നിന്നെ ശുദ്ധീകരിക്കും. ഒരു ആലയിൽ ചുട്ടെടുക്കുന്ന ആലയിൽ പഴിപ്പിച്ചെടുക്കുന്ന ഇരുമ്പിനെ ഒരു ആയുധം, ഒരു ബ്ലാക്ക് സ്മിത്തിന്, ഒരു കൊല്ലന് ഇഷ്ടമുള്ള ആയുധമാക്കുന്നത് പോലെ ദൈവം തമ്പുരാൻ നിന്നെ പണിയും. ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവ് നിന്നെ പണിയുക. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. സഭയിലുള്ള വാത്സല്യ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രാർത്ഥന കൂട്ടായ്മയുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈ വചനം അതേ ആത്മചൈതന്യമായി പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും തുളച്ചു ചെല്ലുകയും ഹൃദയത്തിലെ നിരൂപണങ്ങളെയും ഭാവങ്ങളെയും അറിയുകയും അതിന് തക്ക പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ജനത്തെ അങ്ങനെ ഉറപ്പിക്കുന്നു. അവനുമായിട്ടത്രേ നമുക്ക് കാര്യമുള്ളത്. ഹല്ലേലൂയ. ആ ദൈവവുമായിട്ടത്രേ കാര്യമുള്ളത്. ആ കാര്യമുള്ള കർത്താവുമായിട്ട് ഹൃദയങ്ങളെ ഉറപ്പിക്കുന്നു. കർത്താവിന്റെ ഹൃദയത്തോട് ഹൃദയങ്ങൾ ചേരട്ടെ. വഴി നടക്കുമ്പോൾ കർത്താവ് കൂടെ നടക്കട്ടെ. ആത്മസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. ആത്മാവിൽ ജനത്തെ ബലപ്പെടുത്തുന്ന ദൈവശക്തിയാൽ നിറയ്ക്കുന്നപ്പ കർത്താവിന്റെ കരം കൂടിയിരിക്കും. വഴികളെ ശുദ്ധീകരിക്കും, വഴികളെ സാധ്യമാക്കും. നിന്റെ ആലോചനകളൊന്നും വ്യർത്ഥമല്ലെന്നും നിന്റെ ഉദ്ദേശങ്ങളൊക്കെയും സാധിക്കും. യഹോവയുടെ വഴി അത് തികവുള്ളത്.
യഹോവയുടെ ആലോചന അത് സ്ഥിരതയുള്ളത്. ഒരു വഴി മനുഷ്യന് ശുഭമായി തോന്നും, എന്നാൽ അതിന്റെ അവസാനം മരണവഴികളാണ്. എന്നാൽ ദൈവത്തിന്റെ വഴി അന്വേഷിക്കുന്നത് ശുഭമായി പരിണമിക്കുന്നു. കർത്താവ് ശുഭ വഴിയിലേക്ക് നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ തന്നെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ജനത്തെ അനുഗ്രഹിച്ചതിനായി നന്ദി തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയ്ക്കുക പറയാം. താങ്ക് യു സോ മച്ച്.